104-ാം വയസ്സിലും തെരഞ്ഞെടുപ്പിന്റെ ആവേശം പുരുഷോത്തമൻ നായരിൽ ഒട്ടും കുറയുന്നില്ല. വോട്ട് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ വോട്ട് ചെയ്യുന്നത് മുടക്കിയിട്ടുമില്ല. തെരഞ്ഞെടുപ്പിൽ ഇനിയും ഒരു അംഗത്തിന് ആവേശത്തോടെ കൂടാനും ഇദ്ദേഹം തയ്യാറാണ്. ഓർമ്മകൾക്ക് ഏറെ പഴക്കം. കുമ്പളത്തിനും ബേബി ജോണിനുമൊപ്പമുള്ള തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ. 104-ാം വയസ്സിലും തെരഞ്ഞെടുപ്പിന്റെ ആവേശം ഒട്ടും കൈവിടുന്നില്ല പന്മന കുമ്പളത്ത് മുല്ലക്കേരി പുരുഷോത്തമൻ നായർ. ഇത്തവണയും വോട്ട് ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ആവേശം ഒട്ടും കുറയാതെ. പഴയ 21 വയസ്സിലെ അതേ ആവേശം തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഇപ്പോഴും പുരുഷോത്തമൻ നായരുടെ മനസ്സിലുള്ളത്. നമ്മുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കാനുള്ള ഈ നിമിഷങ്ങൾ പാഴാക്കാനുള്ളതല്ലെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചിന്ത. ഓർമ്മകളുടെ ഓളം ഇപ്പോഴും ആ കണ്ണുകളിലുണ്ട്. തീവ്രമായ കാലത്തിന്റെ സ്പന്ദനം ഏറ്റെടുക്കുകയാണ് അദ്ദേഹം. ഇലക്ഷൻ വർക്ക് ഇപ്പം നടത്തി കഴിഞ്ഞ് മുഖേഷിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ് നോട്ടീസുമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് സ്വീകരണവും കഴിഞ്ഞേച്ച് വന്ന് ഞാൻ വീട്ടിലോട്ട് വരുമ്പോഴാണ് ഈ കൊച്ചുങ്ങോട്ട് വിളിച്ച് ഓടി വന്ന് എൻ്റെ മരുമോട് നിന്ന് ഞാൻ അതിനെതിരായിട്ട് ഞാൻ വോട്ട് ചെയ്തു. വോട്ട് പിടിച്ച് 220 വോട്ടിന് എൻ്റെ സ്ഥാനാർത്ഥിയെ ഞാൻ ജയിപ്പിച്ചു. ശങ്കരമംഗലത്ത് എന്നെയാണ് പിടിച്ചിട്ട് പൊക്കിയത്. ഇപ്പോൾ ജയിച്ചേ തോട്ടം ജയിച്ചെന്നും പറഞ്ഞ് പിള്ളേരെത്തി വിളിച്ചത്. അങ്ങനെ ആയിരുന്നു. അത്ര ഞാൻ ആവശ്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് ഒരു കാലയളവാണ്. പക്ഷേ ഇപ്പോൾ വായു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കായിരുന്നു. നമുക്കതൊന്നും അറിയേണ്ട കാര്യമല്ല. വോട്ട് ഇവിടെ ആരെങ്കിലും വരുമല്ലോ. അതല്ല, ഞാൻ നടന്നും ആണ് ഇപ്പോൾ അതൊക്കെ എത്തില്ല, പറമ്പ് നോക്കില്ല. വണ്ടി ബൈക്കിനകത്ത് പോകും. ബൈക്കിനകത്തൊക്കെ കയറും. ഞാൻ നേരം വെളുത്ത 4-5 ബൈക്കിനകത്ത് കയറും. അതൊക്കെ കയറി അങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ടെങ്കിൽ ആട്ടോ അവന്മാർ ആവശ്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ആട്ടോ പറഞ്ഞയച്ചത് പഞ്ചായത്തിന്. പ്രാവശ്യം അത് വേണ്ട, പ്രാവശ്യം വേറെ ആട് പോയി അങ്ങോട്ട് വരും. പഴയ കാലത്ത് തെരഞ്ഞെടുപ്പ് കാലത്തു മാത്രമേ ഭിന്നത ഉണ്ടായിട്ടുള്ളൂ. തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും സൗഹൃദം പുലർത്തിയിരുന്ന മാന്യമായ തെരഞ്ഞെടുപ്പ് കാലത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വാചാലനാവും. അന്നു പറഞ്ഞ വളരെ ഡീസൻ്റാണ്. ഞാൻ എതിർപ്പ് നടക്കുന്നെങ്കിലും വോട്ട് കഴിയുമ്പം പുതിയപ്പറ്റിക്കാരനാരെന്ന് പറഞ്ഞാടാ എനിക്കെതിരെ ഞാൻ 2 പേരോട് പ്രവർത്തിക്കുന്നത്. വോട്ട് കഴിയുമ്പോൾ ഞാൻ 2 പേരോട് ഒന്നിച്ച് കാപ്പിയും കുടിച്ചു പറ്റുന്നു. ഈ ആദ്യ കുഴപ്പങ്ങളൊന്നും അന്നില്ല. വളരെ അന്തസ്സായിട്ട് നടക്കുന്ന ഒരു കാലയളവാണ്. അന്നേരം ഇത്തിരി ചാടി കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും. ഒരു പ്രാവശ്യം പന്നേനാഥ് കവി വെച്ച് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു വഴക്കുണ്ടായി. അന്നേരം ഞാൻ അവിടെ അപ്പോൾ അങ്ങോട്ട് അടി പിടിയും എന്നിട്ടും അടി നടന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റി. എല്ലാവരും ഒന്നുപോലെ ഇരുന്ന് ശകലം പിന്നെ ചായ എല്ലാം കുടിച്ചാൽ ചാമ്പെടുന്ന് പിരിച്ചത്. ആ വാചാലത അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലുമുണ്ട്. അതുകൊണ്ടാണ് നൂറ്റാണ്ട് പൂർത്തിയായ ജീവിതത്തിലും പുരുഷോത്തമൻ നായർ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിന്റെ കാരണം. ന്യൂസ് ബ്യൂറോ, ചവറ.